രാവിലെ പുറത്തോട്ട് നോക്കിയതേ നല്ല പോസിറ്റീവ് വൈബായിരുന്നേ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കയറി വന്ന് കുറച്ച് നേരം ഞങ്ങളുടെ മിന്നുകുട്ടിയെ കളിപ്പിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോവാണേ. അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒരു ചന്ദനത്തിരിയും കത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ ചന്ദനത്തിരിയുടെ നല്ല മണം അടിക്കുമ്പോഴത്തേനുണ്ടല്ലോ നല്ല പോസിറ്റീവ് വൈബാണേ. അപ്പോൾ അത് അടുക്കളയിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ പണികളിലേക്ക് കിടക്കാം. ഇന്നലെ താഴത്തെ ആൻറ്റി ഒരു മുറി ചക്ക തന്നായിരുന്നേ. അതരിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെക്കുവാണേ. വിസിൽ ഊരി മാറ്റിയിട്ടുണ്ടേ. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ അരി കഴുകി അടുപ്പയിലിട്ടു. പിന്നെ അരി ചെരുവം വെള്ളം അതിൻ്റെ പൊക്കത്തേക്കും വെച്ച് അതും കൂടെ ചൂടായിരിക്കും. പിന്നെ നമ്മൾ കഞ്ഞിക്ക് കറിയായിട്ട് വെക്കുന്ന ഒരു തീയൽ വെക്കാമെന്നാണ് ഓർത്തേക്കുന്നത്. തീയൽ വെച്ചാൽ പിന്നെ പപ്പടവും കഴിച്ചാൽ മതി. വേറെ അധികം കറികളൊന്നും വേണ്ട. ചക്കയ്ക്ക് തേങ്ങ ചിരണ്ടി അതിൻ്റെ അരപ്പും കൂടെ സെറ്റാക്കാം. അതും പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നന്ദോട്ടിന് എഴുന്നേറ്റ് വന്നായിരുന്നു. പിന്നെ ചക്കയ്ക്ക് അരപ്പൊക്കെ ഇട്ടു. ചക്കയ്ക്ക് അരപ്പിട്ട് അവിടെ ഒന്ന് ആവി കയറാനായിട്ട് അടച്ചു വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ആ തീയലും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്ത് തീയൽ വെച്ചു കേട്ടോ. പിന്നെ ചക്ക ഒന്ന് ഇളക്കിയെടുത്തേ. അപ്പോൾ നന്ദുക്കുട്ടിന് ഈ തുടുപ്പയിൽ ഇങ്ങനെ തോണ്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടം. അവനപ്പോൾ അത് കൊടുത്ത് അതും കൊണ്ട് വിട്ടു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തുടുപ്പയിൽ. നമ്മളിവിടെ തുടുപ്പെന്നാണ് പറയുന്നത് ഈ കപ്പ ഇളക്കുന്ന കോലിന്. ഈ ചക്കയൊക്കെ ഉണ്ടെങ്കിലും ദേവൂട്ടന് ഭയങ്കര പാടാണ് കേട്ടോ ചക്ക കഴിക്കാൻ. ചക്കയും കപ്പയൊക്കെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കാം. ചക്ക കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്കല ഉപ്പുമാവ് കഴിച്ചോളൂല്ലോ. അതിന് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചോപ്പറിൽ ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് എളുപ്പത്തിന് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി. ഈ പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞു കേട്ടോ.